അപ്പോൾ ഓരോ കുണ്ടും കുഴിയും നമുക്കിപ്പോൾ എണ്ണി കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഈ റോഡ് കൂടെ ഇഷ്ടംപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, റോഡിൻ്റെ വകുപ്പിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ സഞ്ചരിക്കും. ഇവിടെ പോയി എന്ന് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആദ്യം വളരെ കോൺക്രീറ്റിൻ്റെ അതൊക്കെ അടന്ന് പോന്നിട്ട് രണ്ടാമത്തെ ചെയ്താണ്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകൂടി ഇത് എന്താ പോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അട്ടപ്പാടി റോഡിൽ അതാ വണ്ടി, ഈ വണ്ടി. അപ്പോൾ ഇവരെടുത്ത് പറഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണത്. അപ്പോൾ ഇതേപോലെ പ്രൈവറ്റ് ബസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അവനാന് സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ടാവും തീർച്ചയായിട്ടും. ഈ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു പരിഗണന കൊടുക്കണം. അതായത് സീബ്ര ലൈനിലൊന്നും വാഹനങ്ങൾ കയറ്റി നിർത്താനേ പാടില്ല. പിന്നെ അടുത്തത് ഞാൻ പറയാം, നമ്മുടെ കേരളത്തിൽ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ തിട്ടുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണ്ണാർക്കാട് നഗരസഭയിലെ ആണ്ടിപ്പാടം ഭാഗത്ത്, അതായത് നമ്മുടെ തെങ്കര ആനക്കട്ടി റോഡ് പോണില്ലേ, ആ ഭാഗത്ത് ഉള്ള ഒരു ചെറിയൊരു കോളനി എന്നും കൂടി പറയാം. ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓട്ടം വരാറുണ്ട്. എപ്പോഴെങ്കിലും ഓട്ടം വരുമ്പോൾ പേര് പെട്ടെന്ന് മറന്നു പോകണം. റോഡ് എന്ന് പറയാൻ ഇവിടെ കോൺക്രീറ്റ് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇത് നടവഴിയായിരുന്നു. അതായത് ചെറിയൊരു പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത് ഇഡ്ഡലി എന്നാണ് പറഞ്ഞത്. ഇഡ്ഡലിക്കടെ പോയി ഇഡ്ഡലി അത് നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയല്ല കേട്ടോ. ചെറിയ ചവിട്ട് വഴിയിലാണ് നമ്മൾ ഇഡ്ഡലിപ്പടെ പോയി എന്ന് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആദ്യം വളരെ കോൺക്രീറ്റിൻ്റെ അതൊക്കെ അടന്ന് പോന്നിട്ട് രണ്ടാമത്തെ ചെയ്താണ്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകൂടി ഇത് എന്താ പോലെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അട്ടപ്പാടി റോട്ടിൽ, തെങ്കര അട്ടപ്പാടി റോട്ടിൽ എത്തി. അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക, അന്ന് ഞാൻ വന്നപ്പോഴും ഇതേപോലുള്ളൊരവസ്ഥയാണ്, ഇന്നും ഇതേപോലെയാണ്. ഈ വലിയ വണ്ടികൾ വരുമ്പോൾ കാണാം. ഈ റോഡിൻ്റെ അവസ്ഥ ഇനിയും മാറിയിട്ടില്ല. കാരണം ഇതിക്കടെ ചെറിയ വാഹനങ്ങളായാലും ബസ്സായാലും പിന്നെ അതേപോലെ ബൈക്ക്, കാറ്, അതേപോലെ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു റോഡും കൂടി അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിക്കടെയൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആംബുലൻസ് ഒക്കെ എമർജൻസി ആയിട്ട് പോണൊരു റോഡും കൂടിയാണ് ഇത്. നമുക്ക് ഇതറിയാം ഈ റോഡ് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഇതൊരു സ്റ്റേറ്റ് ഹൈവേയും കൂടിയാണ്. അതായത് തമിഴ്നാടിനെയും കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേയും കൂടിയാണ്, സ്റ്റേറ്റ് ഹൈവേ. അത് നേരേക്കാൻ, അത് ശരിയാക്കാൻ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കിടക്കണമെന്ന് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും നാറിയ ഒരു സർക്കാരാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിന് എന്താണ് നമ്മൾ ഇതിനൊരു മറുപടി പറയുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇത്രയും വൈകിപ്പിക്കണത് എന്നാണ് അറിയാത്തത്. അപ്പോൾ ഓരോ കുണ്ടും കുഴിയും നമുക്കിപ്പോൾ എണ്ണി കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല.
ഈ റോഡ് കൂടെ ഇഷ്ടംപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, റോഡിൻ്റെ വകുപ്പിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഒരു പേരിൽ ഞാൻ വരില്ല എന്ന് കരുതിയതാണ്. പക്ഷേ നമ്മൾ ഈ വഴി വന്നപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം. കാരണം അവസ്ഥകൾ നമ്മൾ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുക. കാരണം ഇപ്പോൾ പരാതി കൊടുക്കാൻ പോയ ആൾക്കാരും കൂടി ഇപ്പോൾ പോലീസിൻ്റെ ഒരു മൂന്നാം മുറ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കേസും ഇപ്പോൾ നമ്മളിപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പോലീസിൻ്റെ വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാളികൾ പോലീസിനെയൊക്കെ ഒരുപാട് ബഹുമാനിച്ചിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ശരിക്കും പറയാം. കാരണം ഈ സർക്കാർ, ഈ പിണറായി LDF സർക്കാർ വന്നതോടുകൂടി അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർക്കും കൂടി സമാധാനം ഇല്ലാതെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇത് ഈ അണികളെയാണ് ശരിക്കും കുറ്റം പറയേണ്ടത്. അണികൾ അവരൊപ്പം നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് വീടും വേണ്ട, കുടുംബം വേണ്ട, കുട്ടികളും വേണ്ട, എനിക്കെൻ്റെ പാർട്ടി മതി, എനിക്കെൻ്റെ പൊടി മതി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ കഴിഞ്ഞു പോയി, ആ കാലമൊക്കെ മാറി. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമല്ല. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ളൊരു എന്താ ചീപ്പ് രാഷ്ട്രീയം. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ മൊത്തത്തിലിട്ടോ ഒരുപാട് രാഷ്ട്രീയങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇത്രയും മോശമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ KSRTC ചെറിയ കാറ് കൂടി മുട്ടിയിട്ടുണ്ട്. നമുക്ക് പോയോക്കാം. KSRTC നല്ല തരത്തിലാണ്. അപ്പോൾ കാറ് തന്നെയാണോ വെച്ച് ആരെയൊന്നും അറിയില്ല. സൈഡ് കൊടുത്തപ്പോൾ അപ്പോഴേ അവിടെ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. അതായത് സംഭവം എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അവിടെ നൊട്ടമലയിൽ വെച്ചിട്ട് ഇതേപോലെ ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്കിൽ ആ ബസ്, KSRTC ബസ് മുന്നിലോട്ട് കയറിയിട്ട് ഓവർടേക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അതിൻ്റെ ആ ഇത് കാണിച്ചു തരാൻ. അപ്പോൾ അതിൻ്റെ വലതുവശത്തെ കുറച്ചൊക്കെ ഒരു മര്യാദ വേണം. നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പോണാണ്, അതിലും ജീവനാണ്, നിങ്ങളുടെയും ജീവനാണ്. അപ്പോൾ ശ്രദ്ധയില്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റായിട്ടാണ് അവർ റോങ് സൈഡ് കയറിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ബ്ലോക്കിൽ പെട്ടൊരു വാഹനത്തിന് പിന്നെ ആ ബ്ലോക്കിൽ നിന്ന് മാറിപ്പോവുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ KSRTC ഡ്രൈവർമാരുടെ അവസ്ഥ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ആൾക്കാരാണ് എന്നാണ് കരുതിയത്. പക്ഷെ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട് KSRTC നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ട്. പക്ഷേ ഇതങ്ങനത്തെ ഒരു രീതിയിലല്ല അവർ സംസാരിക്കണേ. വേണമെങ്കിൽ കേസ് കൊടുത്തോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കേസ് കൊടുത്തോ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു അഹങ്കാരം ആലോചിക്കണം. ഈ വണ്ടിയല്ല, ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്. മാനന്തവാടി വണ്ടിയാണ്. ഇപ്പോൾ അതാ വണ്ടി, ഈ വണ്ടി. അപ്പോൾ ഇവരിത് പറഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥകൾ. കാരണം ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാർ മാന്യന്മാരാവാണ്. അതൊക്കെ അവർ തീരുമാനിക്കും കേട്ടോ. നമുക്കിപ്പോൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നല്ല. നമ്മളും ഇതേപോലെ വാഹനം കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലും ജീവനാണ്, ഇതിലും ജീവനാണ്. രണ്ടിലും ജീവനെയും കൊണ്ടാണ് പോണത്.
അപ്പോൾ അവിടെ അവർ സമ്മതിക്കുന്നില്ല. അവർ പൈസ കൊടുക്കാൻ പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല. കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. താൻ കേസ് കൊടു എന്നാണ് പറഞ്ഞത്. അതൊക്കെ കുറച്ച് അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ വലിയൊരു എന്താ പറയുക, അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ്. അങ്ങനെ ആ ബസ്സിൻ്റെ വഴിക്ക് പോയി. അവിടെ തട്ടിയ കാറ്, ആ KSRTC ബസ് ഒരച്ചു പോയ, മനഃപൂർവ്വം ഒരച്ചു പോയ ബസ് അല്ല കാറ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടുണ്ട്. പാവം. ഇനി എന്താണാവോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. അവിടെ സംഭവിച്ചത് KSRTCക്കാരുടെ ഡ്രൈവറുടെ തെറ്റ് തന്നെയാണ്, കാറുകാരൻ്റെ തെറ്റല്ല. അപ്പോൾ നല്ലവരായ ആൾക്കാരുണ്ട്, മോശമായ ആൾക്കാരുണ്ട് റോഡിൽ. നമുക്ക് പ്രത്യേകിച്ച് അതിൽ പിന്നെ ഒന്നും പറയാനല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ KSRTC ബസ്സിൻ്റെ നിന്ന് കുറേ അകലം വെച്ച് പാലിച്ച് പോകണമെന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അത്. അപ്പോൾ ഇതേപോലെ പ്രൈവറ്റ് ബസ്സുകാരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അവനാന് സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ടാവും തീർച്ചയായിട്ടും. ഈ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു പരിഗണന കൊടുക്കണം. അതായത് സീബ്ര ലൈനിലൊന്നും വാഹനങ്ങൾ കയറ്റി നിർത്താനേ പാടില്ല. പിന്നെ അടുത്തത് ഞാൻ പറയാം, നമ്മുടെ കേരളത്തിൽ എന്ത് നീതിയാണ് ഈ 9 വർഷത്തോളം നമ്മൾ പരാതി കൊടുത്തിട്ട്, നമ്മുടെ അവകാശങ്ങൾ സർക്കാരിന് കൊടുത്തിട്ട്, നമ്മളെ പ്രശ്നങ്ങൾ പോലീസിനെ സമീപിച്ചിട്ട് എന്ത് നീതിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം പല പരാതികൾ കൊടുത്തിട്ടും പരാതിക്കാരനെ പ്രതിയാക്കണൊരു പിന്നെ സംഘം കൂടിയായി ഇപ്പോൾ പോലീസ് സേന. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പോലീസ് കേരളത്തിലെ എന്നല്ല, എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിയും ശക്തിയും ഉള്ള ഒരു സേന തന്നെയാണ് കേരള പോലീസ്. കേസുകളൊക്കെ കണ്ടുപിടിക്കാം സെക്കൻഡ് മിനിറ്റ് മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു സേന ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ടുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പോലീസുകാർ, നല്ല പോലീസുകാരുണ്ട്, നല്ല സാറന്മാരുണ്ട്, മനുഷ്യത്വമുള്ള സാറന്മാരുണ്ട്. അവർക്കൊക്കെ ചീത്തപ്പേര് കേൾപ്പിക്കാനായിട്ട് കുറേ എണ്ണം നമ്മുടെ കേരള പോലീസിലുണ്ട് എന്നാണ് വാർത്താക്കാർ പറഞ്ഞത്. നമുക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഇനി വരുമ്പോൾ പറയാം, എന്തായാലും വരുമ്പോൾ ജീവനോടുണ്ടെങ്കിൽ പറയാം, അതും കൂടി പറയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘത്തിൻ്റെ മെയിൻ ആളായിട്ടാണ് ഇപ്പോൾ സർക്കാരുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം വഹിക്കണം. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മൂപ്പര് പിന്നെ ചുമതലുണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാവും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ശരിക്കും. എന്നാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും തീർച്ചയായിട്ടും. ഇതിപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. താൻ പോയി കേസ് കൊടു എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും. അതേപോലുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് ഇപ്പോൾ ഒരു നീതി ലഭിക്കില്ല. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുത്തത് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചതും ചട്ടി കൊണ്ട് അടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പല പിന്നെ കൊറോണ സമയത്ത് ഒരു മധ്യവയസ്കനെ പോലീസ് ചെയ്ത കാര്യം എന്താണെന്നുള്ളത് അത് നമ്മളെ കൺമുന്നിൽ കണ്ടതാണ്. പല രീതിയിൽ ജനങ്ങളെ, സാധാരണക്കാരനായ ആൾക്കാരെ ഇവർ ദ്രോഹിക്കുന്നത് കണ്ടാണ്. നമ്മൾ പറയണ്ട എന്ന് കരുതിയാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊരു മനസാക്ഷി ഇല്ലേ എന്നാണ് ചോദിക്കണേ. ഇവർക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ലേ? ഇവർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലേ? വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസിൽ. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ല എന്നല്ല. മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇങ്ങനെ നമ്മളെ കേരളം മാറ്റിയത് ഈ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അയാളുടെ എല്ലാ കള്ളത്തരത്തിനും നിന്നിട്ട്
അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ പോലീസിൻ്റെ നിർദ്ദേശം കൊടുക്കുന്ന അധികാരികളുണ്ടല്ലോ, അവരെയാണ് ശരിക്കും പറയേണ്ടത്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇവർ ഓരോ ആൾക്കാരെ ഇങ്ങനെ പിന്നെ ഓരോ രീതിയിൽ ചെയ്യണത്. അടിക്കലും കുത്തലും ചവിട്ടിക്കൊലയും അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ മലയാളികൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരാൾ ഒരു സഹായം ചെയ്യാണ്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ തരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാണാതെ ഞാൻ 1000 രൂപ തരുമോ? ഒരിക്കലും തരില്ല. അതേപോലെ നിങ്ങൾ കിറ്റ് തന്നപ്പോൾ നിങ്ങൾ കിറ്റിൽ മയങ്ങി, പൊന്ന വരുന്നു പൊന്ന. നിങ്ങളുടെ കിറ്റ് തന്നിട്ട് സർക്കാർ മയക്കി, അതിൽ നിങ്ങൾ 2ാം വട്ടവും 3ാം വട്ടവും വീണു. നിങ്ങൾക്ക് അവസാനം എന്തുണ്ടായി? നിങ്ങൾക്ക് സമാധാനം ഉണ്ടായോ? ഇല്ല. എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായോ? ഇല്ല. നിങ്ങൾക്ക് എന്താണ് കൂടുതലുണ്ടായത്? ഈ പറഞ്ഞിരിക്കും. നമുക്കങ്ങനെ സർക്കാരിൻ്റെ ആൾക്കാരിട്ട് ഒരാളോട് നമുക്ക് വൈരാഗ്യമില്ല. നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്, നമ്മുടെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതാണിപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം. ഇഷ്ടപ്പെടുന്നത് അത് അവരുടെ താല്പര്യമല്ലേ, നമ്മുടെ താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ആ 4 പോലീസുകാർക്ക് എതിരെ VD സതീശനും എല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തം പറയണതാണ്. അവർക്ക് സസ്പെൻഷൻ മാത്രം പോരാ, ഡിസ്മസ് ചെയ്യണം. ആ കേസ് അവർ ആ പോലീസുകാർക്ക് ഉണ്ടാകാൻ പാടില്ല. ദ കേസ് ക്ലോസ്ഡ്. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അവരെ ഒഴിവാക്കുക തന്നെ വേണം. അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. അപ്പോൾ അവരെയൊക്കെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ദോഷമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യം, ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ് ഏതൊരു പ്രതിസന്ധി നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നം ശരിക്കും എന്താ പറയുക ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിൽക്കാതെ കണക്ക് വന്ന് ഈ കൂട്ടിക്കോ, ഞങ്ങളില്ല അതിൻ്റെ കൂടെ എന്ന് പറയുന്ന നാട്ടുകാരും എന്ന് പറയുന്ന പൊതുസമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കും വരും ഇതേപോലൊരവസ്ഥ, ചിലപ്പോൾ എനിക്കും വരും ഇതേപോലുള്ളൊരവസ്ഥ. അപ്പോൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടണ് വാങ്ങിപ്പോരാ. പിന്നെ അവിടെ പോയിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പം പറഞ്ഞ പോലെ എൻ്റെ ഒരു അഭിപ്രായം, അവർക്ക് ഡിസ്മസ്, അവരെ ഒഴിവാക്കണം തന്നെയാണ്. എവിടൊക്കെ ഏതൊക്കെ ഞങ്ങൾ പോകണം ഇൻഡിക്കേറ്റർ ചേറ്റ. അപ്പോൾ ഇതേപോലെ ചെറ്റകളുണ്ട് റോഡിൽ. ഇപ്പോൾ മാന്യമായിട്ടുള്ള തെറി കേട്ടോ.